ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അപ്പോൾ എല്ലാ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും രക്ഷപ്പെടുത്തിരിക്കുകയായിരിക്കും അല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി ഒരു ഉലർത്താണ് ചെയ്യുന്നത്. അതായത് ഉണക്കച്ചമ്മീനും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉലർത്ത് എങ്ങനെയുണ്ട്? നമുക്കെന്താ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ? ഇതൊരു 100 ഗ്രാം അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വെയിലത്തിട്ടാണ്. ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കാര്യം എന്നാണെന്നറിയോ, ഇതിൻ്റെ മുള്ളുണ്ട്, ഈ ഭാഗത്തൊക്കെ മുള്ളുണ്ട്. വറുത്തില്ലെങ്കിൽ ഇതിങ്ങനെ ഒടിച്ച് കളയായിട്ട് വരും, ഇതേപോലെ ഒടിച്ച് കളയായിട്ട് വരും. അപ്പോൾ അത് നമുക്കത് അത്രയും ഒടിച്ച് കളയാൻ സമയമെടുക്കും. അതുകൊണ്ട് നമുക്കൊന്ന് വറുത്തിട്ട് ഇത് റെഡിയാക്കാം. അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാനം കൊണ്ട് വെക്കാം. അപ്പോൾ ചൂടായതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെമ്മീൻ ഈ പാൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. നല്ലപോലെ ഈ പാൻ്റെ അകത്ത് എണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. കാര്യം ഇതിനകത്തൊക്കെ മണ്ണും ചെളിയും ഒക്കെ കാണും. അതുകൊണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലപോലെ ചൂടാക്കി എടുക്കുക. കയ്യിലെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പൊടിഞ്ഞ് പോകും. ഇതിപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും വേറൊരു ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട്, ഇപ്പം നമ്മൾ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ, മുള്ളൊന്ന് പോകാനായിട്ടാണ് ഇതുപോലെ ചിരട്ടയോ അരി അളക്കുന്ന ആഴിയോ ഇതൊക്കെ പഴയ രീതി ചെയ്യുന്നതാണ്. ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് തെരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടെങ്കിലും മാറിക്കോളും. ഈ ഒരു രീതി പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു പക്ഷേ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇത് പരിചയമില്ലായിരിക്കും ഇതങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതൊന്നും കാണിച്ചത് കേട്ടോ. ഇത് ഇങ്ങനെ പേറ്റി എടുക്കുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ അകത്തുനിന്ന് ആ മുള്ളും വേസ്റ്റും ഒക്കെ ആയി പോകുന്നുണ്ടോ. ഇതേപോലെ അങ്ങ് മാറ്റി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ 100 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ചേറെ അങ്ങ് പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മുള്ളും ഇതിൻ്റെ വേസ്റ്റും ഒക്കെയാണ്. ഇത്രയേ സാധനമുണ്ട്. ഇതിവിടെ അങ്ങ് ഇടല്ലേ, കാര്യം ഊറുമ്പോൾ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കാം. കടായി ഒന്ന് ചൂടായ ശേഷം നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരല്പം തേങ്ങാക്കൊത്ത് അതോടെ മുട്ടിട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്തൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ചുമക്കട്ടെ. ഇങ്ങനെയൊക്കെ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ വറുത്തിരുന്നത് നല്ലതാണ്. താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് ഇടണ്ട. ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരല്പം വെളുത്തുള്ളി, ഇഞ്ചിയുടെ ആവശ്യമില്ല, വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. നമുക്ക് ഈ തേങ്ങാക്കൊത്തങ്ങ് മാറ്റുകയാണ്. നല്ലപോലെ ചുമന്നതിന് ശേഷം ഇനിയും കിടന്നാൽ അത് കരിഞ്ഞു. ആ തേങ്ങാക്കൊത്തൊക്കെ മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം കൊച്ചുള്ളി, ഉള്ളിയാണ് നല്ലത്. ഇതൊരു 150 ഗ്രാം അളവിലുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. കൊച്ചുള്ളി 2ആയിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ലപോലെ റെഡിയാക്കി എടുക്കുക. ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതേ രീതിയിലൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും 2-3 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചേക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒന്ന് ഇളക്കി ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം തീ കുറച്ച് വെക്കും. ചെറിയ തീ വേണം. നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വാങ്ങി മാറ്റിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവുള്ള മുളകാണ് ഇത്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ചതച്ചത് അവരങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി പൊടികളുടെ ആ പച്ചച്ചോവ ഒന്ന് മാറും. പച്ചച്ചോവ മാറിയ ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ആവുകയാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇച്ചിരി എണ്ണ വേണം ഇതിന്. കാര്യം ഇതിനകത്ത് വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് എണ്ണ ഒരാവശ്യത്തിന് നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചാൽ തേങ്ങാക്കൊത്തുള്ളിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനിടാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും.
അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഒരല്പസമയം കിടക്കട്ടെ. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടി അതുകൊണ്ട് ഈ ഒരു അളവിൽ ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. ഉണക്കച്ചമ്മീൻ ഉലർത്ത് ഈ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഉണക്കച്ചമ്മീൻ ഉലർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതങ്ങ് നിർത്താം. ഈ താത്ത കൊണ്ട് വെക്കാം. യാത്രയൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടല്ലോ പറ്റൊരു ഐറ്റം. കാര്യം വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇതും ഇച്ചിരി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഊണ് ഗംഭീരമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലർത്താണ് ഉണക്കച്ചമ്മീൻ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടേതായിട്ടുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ശരി ഇത് അടിപൊളി സാധനം തന്നെ. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉണക്കച്ചമ്മീൻ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. എന്തായാലും ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും കേട്ടോ. ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.